മുണ്ടക്കൈ ചൂരൽമല ഭവന നിർമ്മാണ പദ്ധതിക്ക് കോൺഗ്രസ് വീണ്ടും തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്നതാണ് കമൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നുണ്ട്. കമൽ, അപ്പോൾ വളരെ സജീവമായി പദ്ധതി നടപ്പാക്കുക. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു കുടുംബത്തെയെങ്കിലും ഒന്ന് കയറ്റി പാർപ്പിക്കാൻ പറ്റുമോ? ദിവേഷ് നേരത്തെ ഇൻട്രോ വായിച്ചതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. വീണ്ടും എന്നുള്ള വാക്കിന് ദിവേഷ് ഒരു സ്ട്രെസ് കൊടുത്തു. അതുപോലെ തന്നെ ആർക്ക് വീട് കൊടുക്കും എന്നുള്ള കാര്യം. അപ്പോൾ ഈ വീണ്ടും എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പിറന്നാൾ ദിനത്തിൽ കഴിഞ്ഞ ഡിസംബർ 28-ന് തറക്കല്ലിടുന്നതൊക്കെയായിരുന്നു ടി സിദ്ദിഖ് MLA പറഞ്ഞത്. അത് വലിയ വിവാദമാവുകയും ചെയ്തതാണ്. എന്തായാലും ഇപ്പോൾ അവർ പറയുന്നത് എന്താണെങ്കിലും ഈ മാസം തറക്കല്ലിടും. ഈ ആഴ്ച രജിസ്ട്രേഷൻ പൂർത്തിയാക്കും. പ്രിയങ്ക ഗാന്ധിയുടെ തീയതി നോക്കി അത് തീരുമാനിക്കും എന്നുള്ളതാണ്. വലിയ വിവാദമായിട്ട് ആയി കഴിഞ്ഞിരുന്നു കോൺഗ്രസിന്റെ ഈ ഭവന നിർമ്മാണ പദ്ധതി. കാരണം നമുക്കറിയാം, സർക്കാരിന്റെ ടൗൺഷിപ്പ് ഏതാണ്ട് 300 വീട് ആദ്യഘട്ടത്തിൽ, ആകെ 400-ലധികം വീടുകൾ. അത് വളരെ ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരിന്റെ ഒരു പ്രധാന നേട്ടമായി അവതരിപ്പിക്കുക വയനാട് ടൗൺഷിപ്പ് ആയിരിക്കും. അത്രയും മാതൃകാപരമായ രീതിയിലാണ് അതിന്റെ നിർമ്മാണം മുന്നോട്ട് പോകുന്നത്. മുസ്ലിം ലീഗിന്റെ ഭൂമിയിൽ ചില വിവാദങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ അവരുടെ 100 വീടുകളുടെ നിർമ്മാണം അതിൽ പകുതിയെങ്കിലും അടുത്ത മാസം കൊടുക്കാൻ കഴിയും. അത്ര സ്പീഡിലാണ് അതും പോകുന്നത്. ഇതൊക്കെ വരുമ്പോൾ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാകും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കുറച്ച് വീടെങ്കിലും ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്ന നിലയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഈ മാസം തറക്കല്ലിടാനാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, ഇത് ആർക്ക് കൊടുക്കുമെന്നുള്ളതാണ്. 400 പേർക്ക് സർക്കാർ വീട് കൊടുക്കുന്നുണ്ട്, 100 പേർക്ക് മുസ്ലിം ലീഗ് കൊടുക്കുന്നുണ്ട്, മറ്റ് അനവധി സന്നദ്ധ സംഘടനകൾ വീട് നൽകി കഴിഞ്ഞു. അപ്പോൾ ഈ കോൺഗ്രസ് ഇതുവരെ ഒരു ഗുണഭോക്തൃ പട്ടിക പോലും പുറത്തുവിട്ടിട്ടില്ല. ആരാക്ക് കൊടുക്കും എന്നുള്ള ഒരു അതാണ് കമൽ വിഷയം. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നമാണ്. ഒരു വലിയ വിപത്തുണ്ടായി, അതിനെ മറികടക്കാൻ സർക്കാർ ഒരു സംവിധാനം കൊണ്ടുവരുന്നു. അത് രാഷ്ട്രീയ അഭിപ്രായങ്ങൾ വ്യത്യാസങ്ങളൊക്കെ മാറുന്ന എല്ലാ കക്ഷികളുടെയും ഒക്കെ കൂട്ടായ്മയോടെ ആ ഒരു ടൗൺഷിപ്പോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കിയാൽ എന്ത് മനോഹരമായ സന്ദേശം ലോകത്തിന് നൽകാമായിരുന്നു. ഇത് സർക്കാർ തീരുമാനിക്കുന്നു, അതിനെതിരെ പ്രതിപക്ഷം ഞങ്ങളുടേതായ പദ്ധതി ഉണ്ടാക്കുന്നു, മറ്റു പാർട്ടികൾ ഞങ്ങളുടേതായി. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. കൃത്യമായിട്ട് എല്ലാവരുടെയും ചേർന്ന് ഒരു കൃത്യമായ പട്ടിക ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇതിപ്പോൾ അവസാനം പറയുന്നതിൽ ദൈവം വിഷമം വിചാരിക്കുന്നത്, അവസാനം ഈ വീടുകൾ കാട് പിടിച്ച് കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ, അല്ലെങ്കിൽ വീട് പൂർത്തിയാക്കാതെ പലതും അവശേഷിക്കുന്ന കാഴ്ച ഉണ്ടാകുമോ? നമ്മുടെ നാട്ടിലെ പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്. എന്തിനാണ് ഈ വെറും ഒരു രാഷ്ട്രീയ ആയുധമാക്കി കുറേ അധികം മനുഷ്യരുടെ പുനരധിവാസത്തെ ഇങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നാണ്? ദിവിഷ്, സർക്കാരിന്റെ പദ്ധതി എന്തായാലും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. മുസ്ലിം ലീഗിനും പട്ടികയുണ്ട്, കൃത്യമായി ആർക്കൊക്കെ വീട് എന്നതിന് ലീഗിനും പട്ടികയുണ്ട്, സർക്കാരിനും പട്ടികയുണ്ട്. കോൺഗ്രസിന് ആർക്ക് കൊടുക്കുമെന്നുള്ളതാണ്. കർണാടക സർക്കാർ, കോൺഗ്രസിന്റെ തന്നെ സർക്കാരാണ്, അവർ 20 കോടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴി ടൗൺഷിപ്പിന് വേണ്ടി നൽകി. DYFI അങ്ങനെ നൽകി. യഥാർത്ഥത്തിൽ കോൺഗ്രസിനും അതിൽ നൽകുകയാണെങ്കിൽ സർക്കാരിനെ അതിന്റെ പേരിൽ അതിന് വൈകുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലൊക്കെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി ഞങ്ങളും കൊടുത്തതാണ്, ഞങ്ങളുടേത് കൂടിയാണ് എന്ന് അവകാശപ്പെടാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് സ്വന്തം നിലയ്ക്ക് പദ്ധതിയുമായി മുന്നോട്ട് പോയി. ഇനിയിപ്പോൾ അത് പൂർത്തിയാക്കുക. അത് കുറച്ചെങ്കിലും വീടുകൾ കൊടുക്കാതെ കോൺഗ്രസിന് മറുപടി പറയാൻ കഴിയില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. ശരിയാണ്, തീർച്ചയായും പറഞ്ഞ പോലെ സർക്കാരിൻ്റെ ടൗൺഷിപ്പ് അത് ഞാനവിടെ അതിൻ്റെ നിർമ്മാണ സമയത്തോടെ നമ്മൾ ഇടയ്ക്ക് പോയിട്ടുള്ളതാണ്. വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. നന്നായി നടക്കട്ടെ. ഒരു ദുരിതത്തിൽപ്പെട്ട ആളുകൾക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള ഇടമാണ്. അതുപോലെ തന്നെ മറ്റ് പാർട്ടികളുമൊക്കെ തങ്ങളുടേതായ ഒരു വിഹിതം ഈ പദ്ധതിക്ക് നൽകിയിരുന്നെങ്കിൽ എല്ലാവരും ഒരു കൂട്ടായ ഉത്തരവാദിത്തത്തിലൂടെ ഉണ്ടായി വരുന്ന ഒരു പദ്ധതിയാകുകയും ആർക്കും സ്വന്തം ക്രെഡിറ്റ് അവകാശപ്പെടാൻ. ഇത് നമ്മുടെ നാടിൻ്റെ പദ്ധതിയാണ്. ഒരു നാട് കുറച്ചു പേർക്കായി ഒരു നാടൊന്നാകെ നിന്ന് നിർമ്മിച്ചു നൽകിയത് എന്ന അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയുമായിരുന്നു. പക്ഷേ സർക്കാരിൻ്റെ കാര്യങ്ങൾ പോകുന്നു, പാർട്ടികൾ അവരുടേതായ രീതിയിൽ പോകുന്നു. ഇതാണ് അവസാനം. കാട് പിടിച്ചു കിടക്കല്ലേ, വീടുകളില്ലാത്ത ആളുകൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ടൊരു പട്ടികയൊക്കെ ഉണ്ടാക്കി ഈ വീട് നിർമ്മാണമൊക്കെ തുടങ്ങുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. രാഷ്ട്രീയം മാത്രമല്ല, തെരഞ്ഞെടുപ്പ് മാത്രമല്ല പ്രവർത്തനങ്ങൾ.